നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് ചില പുതുമുഖ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുന്നു എന്നാണ് അങ്ങനെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏതായാലും കോൺഗ്രസിന്റെ യുവമുഖങ്ങൾ ആരൊക്കെയാണ് അവരെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ല, ആദ്യമായി കേൾക്കുന്ന പേര് അബിൻ വർക്കി. അബിൻ വർക്കി നമ്മളിവിടെ പറയുന്നത് പുതുമുഖങ്ങളെ കുറിച്ചാണ്. പുതുമുഖങ്ങൾ നിലവിൽ മത്സരിച്ചവർ ഒക്കെ തന്നെ അതിൽ വരുന്നുണ്ട്. അബിൻ വർക്കി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയാണ്. യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അബിൻ വർക്കിയെ പത്തനംതിട്ടയിലെ റാന്നിയിലോ അല്ലെങ്കിൽ ആലപ്പുഴയിലെ ചെങ്ങന്നൂരോ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയുടെ മരണപ്പെട്ട കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിലെ MLA ആണ്. അദ്ദേഹത്തിന്റെ സഹോദരി അച്ചു ഉമ്മനാണ് അടുത്ത കേൾക്കുന്ന മറ്റൊരു പേര്. അവര് പത്തനംതിട്ടയിലെ ആറന്മുളയിലാണ് മത്സരിക്കുന്നത്. അടുത്ത മറ്റൊരു പേര് കേൾക്കുന്നത് JS അഖിലാണ്. JS അഖില് തിരുവനന്തപുരത്ത്, അദ്ദേഹം അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത് അഖിൽ ആയിരിക്കും. അച്ചു ഉമ്മൻ ആറന്മുളയിൽ ആണ്, പത്തനംതിട്ടയിൽ ആറന്മുളയിൽ മത്സരിക്കുമെങ്കിൽ വീണ ജോർജിന് എതിരെ ആയിരിക്കും അവർ മത്സരിക്കുക. നല്ലൊരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. അലോഷ്യസ് സേവ്യർ KSUവിന്റെ പ്രസിഡന്റാണ്. അലോഷ്യസ് സേവ്യർ ഇടുക്കിയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു പേര് ആൻ സെബാസ്റ്റ്യൻ, തൃശൂർ ജില്ലക്കാരിയാണ്. അവർ ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കുന്നു. മാധ്യമങ്ങളിലെ കോൺഗ്രസിന്റെ വക്താവായി വരുന്ന ജിൻഡോ ജോൺ, അദ്ദേഹം ചങ്ങനാശ്ശേരിയിലോ അല്ലെങ്കിൽ പൂഞ്ഞാറോ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം VD സതീശൻ പക്ഷക്കാരനാണ്. വിദ്യാബാലൻ KC വേണുഗോപാൽ പക്ഷക്കാരിയാണ്. അവരെ കോഴിക്കോട് മത്സരിക്കാൻ സാധ്യതയുണ്ട്. സന്ദീപ് വാര്യർ പാലക്കാട്, അദ്ദേഹം ഇപ്പോൾ BJPയിൽ നിന്ന് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ആണ് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അവിടെ BJPക്കകത്ത് ഉണ്ടായ പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ഈ പറയുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് പാലക്കാട് ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകും എന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കും അദ്ദേഹത്തെ. പിന്നീട് കേൾക്കുന്ന ജ്യോതി വിജയകുമാർ അവരുടെ അച്ഛൻ ഒരു പഴയ കോൺഗ്രസ് നേതാവാണ്. ജ്യോതി വിജയകുമാർ ഇവിടെ ബഹുമാനപ്പെട്ട പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രസംഗിക്കാൻ വരുമ്പോൾ അവരുടെ പരിഭാഷ, ഇംഗ്ലീഷിലെ പ്രസംഗത്തിന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുന്നത് ജ്യോതി വിജയകുമാറാണ്. അങ്ങനെ ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വമാണ്. തുടർന്ന് രാജു പി നായർ കോൺഗ്രസിന്റെ മാധ്യമ വക്താവായി മിക്ക എല്ലാ ചാനൽ ചർച്ചകളിലും ഉണ്ടാകുന്ന അദ്ദേഹം എറണാകുളം ജില്ലയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. സോയ ജോസഫ് തൃശ്ശൂര് കുന്നംകുളം സ്വദേശിയാണ്. സോയ ജോസഫും മത്സരിക്കുന്നുണ്ട്. OJ ജനീഷ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായപ്പോൾ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായപ്പോൾ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ആളാണ്. ബിനു ചുള്ളിയിലെ KC വേണുഗോപാൽ പക്ഷക്കാരനാണ്. അദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. റജിൽ മാക്കുറ്റി കണ്ണൂര് മത്സരിക്കാൻ സാധ്യതയുണ്ട്. റജിൽ മാക്കുറ്റി ഇതിനു മുമ്പും കണ്ണൂർ ഒരു തവണ മത്സരിച്ചിട്ടുള്ള ആളാണ്. നാട്ടകം സുരേഷ് കോട്ടയം ജില്ലയിലെ ഇപ്പോൾ DCC പ്രസിഡന്റാണ്. അദ്ദേഹം കോട്ടയം ജില്ലയിലോ അല്ലെങ്കിൽ ചെങ്ങന്നൂരോ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അരിത ബാബു കായംകുളത്ത് പ്രതിഭാഹരിയോട് ഒരിക്കൽ മത്സരിച്ച് തോറ്റതാണ്. അരിത ബാബു വീണ്ടും കായംകുളത്ത് മത്സരിക്കും എന്ന് കേൾക്കുന്നു. ഇനി KM അഭിജിത്ത് കോഴിക്കോടാണ്. കോഴിക്കോട് അദ്ദേഹം ഒരു തവണ മത്സരിച്ചിട്ടുള്ളതാണ്. അഭിജിത്ത് ഇനി കോഴിക്കോട് ജില്ലയിൽ വീണ്ടും മത്സരിക്കുമെന്ന് കേൾക്കുന്നു. പഴയ ചിത്രമല്ല കോഴിക്കോട് ഇപ്പോൾ ഉള്ളത്. അഭിജിത്ത് കോഴിക്കോട് മത്സരിക്കും എന്ന് കേൾക്കുന്നുണ്ട്. വീണ എസ് നായർ കഴിഞ്ഞ തവണ വട്ടിയൂർക്കാവിൽ മത്സരിച്ചതാണ്. VK പ്രശാന്ത് ആണ് അവരെ തോൽപ്പിച്ചത്. വീണ എസ് നായർ ഇപ്രാവശ്യം തിരുവനന്തപുരം നേമത്ത് മത്സരിക്കും എന്ന് കേൾക്കുന്നു. ഇങ്ങനെ കോൺഗ്രസിന്റെ ഏറ്റവും പരിചിത മുഖങ്ങളായ യുവ മുഖങ്ങൾ, ഏതാണ്ട് 17 പുതുമുഖങ്ങളുടെ പേരാണ് നാം ഇവിടെ പറഞ്ഞത്. ഇതിലും ചിലപ്പോൾ ഇനിയും പുതുമുഖങ്ങൾ വന്നേക്കാം. നിരവധി യുവമുഖങ്ങൾ കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ പേരാണ് നമ്മളിവിടെ പറഞ്ഞത്.